സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് തന്നെ ഇന്ന് നമ്മുടെ കോമഡി മസാലയുടെ ഈ ഒരു വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമറെയാണ് ഞാൻ വെൽക്കം ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് നമ്മളെല്ലാവരും കോമഡി മസാലയുടെ ഈ ഒരു വേദിയിൽ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. സോ നമുക്കെല്ലാവർക്കും ഒരു നിറഞ്ഞ കൈഡി നൽകിക്കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യാം ജയകുമാർ കലാഭവൻ. കോമഡി മസാലയുടെ നമ്മുടെ ഈ ഒരു സെലിബ്രേഷനോടനുബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു സ്പെഷ്യൽ വ്യക്തിയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് ജയേട്ടനെയാണ്. അപ്പോൾ എന്തായാലും ജയേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. അമൃത ടി വിയുടെ കോമഡി മസാല എന്ന പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു ഫ്ലോർ തന്നതിൽ മതിയായ സന്തോഷം. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത സഹപ്രവർത്തകരായ ബിനു അടിമാലി, ഉല്ലാസ് പന്തളം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാം. നെറ്റ്സനും നോബിയൊക്കെ ഉണ്ട്, ഇന്ന് അവരുള്ളതുകൊണ്ട് പറയുകയാണ് കൊണ്ടുപോകുന്ന പ്രോഗ്രാം. ആ ഒരു ഫ്ലോറിൽ കോമഡി മസാലയിൽ വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ചേട്ടാ ഇവിടെ ഈ ഒരു വേദിയിൽ വന്നിരിക്കണത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് മിമിക്രി ആണോ? ഇന്ന് മിമിക്രിയാണ്. മിമിക്രിയിലെ 1-2 നടന്മാരുടെ ശബ്ദമാണ് അനുകരിക്കുന്നത്. പക്ഷേ അത് അനുകരിക്കുന്ന മുമ്പ് എൻ്റെ സഹപ്രവർത്തകരായ ഉല്ലാസ് പന്തളവും ബിനു അടിമാലിയും അദ്ദേഹം കലാഭവനിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവരെയും ഈ വേദിയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് നമ്മുടെ മിമിക്രിയിലേക്ക് കടക്കാം. അപ്പോൾ ചേട്ടാ തുടങ്ങല്ലേ? മിമിക്രി എന്ന് ഒരു പണ്ട് കാലത്ത് ചെയ്തുകൊണ്ട് സത്യമാഷൊക്കെ ആയിരുന്നു. ഇപ്പോൾ അടുത്തിടെ ഇപ്പോൾ എല്ലാവർക്കും ന്യൂ ജനറേഷൻ നടനിഷ്ടാണ്ട് കുറച്ച് നടന്മാരുടെ ശബ്ദം ഞാൻ ഒന്ന് തന്നെ അനുകരിക്കും, പിന്നെ ബിനു പറഞ്ഞ അനുകരിക്കും, ഇങ്ങനെ കുറച്ച് നടന്മാരുടെ ശബ്ദം. അതുകൊണ്ട് ഇപ്പം എല്ലാ സിനിമയിലുള്ള ഒരു നടനാണ്, കോട്ടയം നിവാസിയാണ് എൻ്റെ നെയ്ബറായ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞ നടൻ. കോട്ടയം പ്രദീപിൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. കോട്ടയം പ്രദീപ്. ഇത് എന്നതാടാ, മഴവില്ലോ? നീ എന്നതാടാ താറും കൊണ്ടാണോടാ പല്ലി തേക്കുന്നത്? ഇവിടെ മൂന്നാറുണ്ട്, ഊട്ടിയുണ്ട്, കൊടൈക്കനാലുണ്ട്, ഇവിടെയൊക്കെ പോയാൽ പോരേടാ. നിനക്ക് എന്നാടാ പട്ടാലയിൽ തന്നെ പോകണമെന്ന് ഇത്ര നിർബന്ധം? പുട്ടെന്ന് പറഞ്ഞാലേ എലൈറ്റ് പുട്ട്, തകർത്തു തിമിർത്തു കലക്കി. അടുത്തത് ഒരു പഴയകാല നടനാണ്, ജി കെ പിള്ള സാർ എന്ന് പറയും. നമുക്കറിയാം ഒരുപാട് സിനിമയിൽ സത്യമാഷിനെയൊക്കെ പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ജി കെ പിള്ള സാറ്. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും പണം ചോദിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ആളെ പിടികിട്ടി. പേര് പറഞ്ഞു മനസ്സിലായില്ലേ? ഇല്ല. പാവം ഞാൻ. അടുത്തത് ബിനുവിൻ്റെ വളരെ മനോഹരമായിട്ട് ബിനു ചെയ്യുന്ന ഒരു സ്റ്റാറാണ് ശ്രീനിവാസൻ ചേട്ടൻ. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാണ മാറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിക്കുക, ആ കോഴിയുടെ പരിപ്പിളയെ കാണുമ്പോൾ രാധ ഓർഡർ നിൽക്കൂ രാധ. ഇത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. ഇല്ല. ഞാൻ അമിനത്താത്തനെ എടുത്തു നോക്കാം, അപ്പൊ ശ്രീനിവാസനാവുമെന്ന് അറിയാലോ. ആയിക്കോട്ടെ. ഇനി അടുത്തത് ഇപ്പം തട്ടിമുട്ടി സീരിയലിലെ നായക കഥാപാത്രം അർജുനൻ എന്ന കഥാപാത്രം ചെയ്യുന്ന കരുനാഗപ്പള്ളി ജയകുമാറിന്റെ ശബ്ദം എടുക്കാൻ ശ്രമിക്കാം. മോഹനല്ലേ? അയ്യോ അമ്മേ, അർജന്റീനയുടെ കളി കാണാൻ പോകാൻ എനിക്കൊരു 1000 രൂപ തരാമോ? ഇല്ലല്ലേ? എന്നാൽ ഞാനൊരു കവിത പാടട്ടെ. മാവേ മാവേ മാങ്ങാപ്പഴമേ. വേണ്ടല്ലേ? അമ്മേ, ഈ ചുംബന സമരത്തിന് പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകണോ അതോ അവിടെ നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ? ഇല്ലല്ലേ? എന്നാൽ ഞാൻ പിന്നെ വരാം. സൂപ്പർ. ഇനി അടുത്ത ഉല്ലാസേട്ടനാണോ അത് ജയേട്ടനാണോ? അല്ലല്ല, ഞാൻ ലാസ്റ്റിലൊരു കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളൊരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയറിലെത്തിച്ചു. ഗോളിയർ നെയ്യാറ്റാൻസിൻ്റെ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഗുരുവിൻ്റെ കവറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോങ്കി സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ഹൈ. അടുത്തതായിട്ട് ഒരു പഴയകാല നടനാണ്, ഒരു വില്ലൻ നടനാണ്. മലയാള സിനിമയിലെ ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ, ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കിയ ബാലങ്കേ നായർ എന്ന് പറയുന്ന നടനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പഴയകാല വില്ലൻ നടൻ ബാലങ്കേ നായർ. ആന്ധ്രാക്കാരൻ ഒരു സുന്ദരിയെ പറ്റോ. നിന്റെ മകൻ ചിരി കണ്ടാൽ
അവനെവിടെയുണ്ട്? അറിയാം, പറയില്ല, മകനല്ലേ? പി കെ നയനാരും പി കൃഷ്ണപിള്ളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ? പോലീസിനെ തല്ലിയ കൈ ലേ? ഇനി ഉല്ലാസ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രേക്ഷകർക്ക് എന്താണ് പങ്കുവയ്ക്കുന്നത്? ഞാൻ ജോസ് പ്രകാശ് സാറിൻ്റെ വില്ലൻ. അതെ, ബാലൻ കെ നായർ സാറിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജോസ് പ്രകാശ് സാർ. വില്ലൻ. വെൽ ഡൺ മിസ്റ്റർ ബാബു. ഞാൻ താങ്കളെ കാത്തിരിക്കുകയായിരുന്നു. മിസ്റ്റർ ബാബു, ഇന്ന് രാത്രി 12 മണിക്ക് പുറകടലിലൊരു കപ്പൽ വരും. അതിൽ നിറയെ സ്വർണവും രത്നവുമായിരിക്കും. വളരെ സുരക്ഷിതമായി അതിൻ്റെ രഹസ്യ താവളത്തിൽ എത്തിച്ചാൽ നിനക്ക് ഞാൻ 150 രൂപ തരും. സോ കോമഡി മസാലയുടെ ഈ ഒരു വേദിയിലെത്തി ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ജയേട്ടന് നമ്മൾക്ക് ഇനി ഒരു സമ്മാനം കൊടുക്കാം. സോ കോയിൻ ഷർട്ട് ട്രൗസേഴ്സ് നൽകുന്ന ഒരു ഉപഹാരമാണ് നമ്മൾ ഈ ഒരു വേദിയിൽ നൽകുന്നത്. അപ്പോൾ ബിനു ചേട്ടനും ഉല്ലാസേട്ടനും ഒരുമിച്ച് ആ ഒരു സമ്മാനം നമുക്ക് ജയേട്ടന് കൈമാറാം.